ചീവീടുകളുടെ ശബ്ദമുണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ. രാത്രി വൈകിട്ടും മീൻ വിൽക്കുന്ന കച്ചവടക്കാരൻ്റെ ഹോണടികളുണ്ട്. എന്നാലും പറയാതെ വയ്യല്ലോ. നമ്മളുടെ ഒക്കെ സ്കൂൾ കാലഘട്ടത്തിൽ നമ്മളെ അറിയാതെ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന, നമ്മളെ കൈപിടിച്ചുയർത്തുന്ന ഒരുപാട് അധ്യാപകരുണ്ടായിരിക്കും. ഇന്നാണെങ്കിൽ ഗുരുപൂർണിമ ദിവസമാണ്. ഗുരുക്കന്മാരെ സ്മരിക്കാൻ ഇതിൽ പരം നല്ലൊരു ദിവസം വേറെയില്ല. എൻ്റെ LP സ്കൂൾ പഠനകാലത്ത് എനിക്ക് പരിചയമുള്ള ഒരു അധ്യാപിക കമലാദേവ് ടീച്ചർ. അവരെൻ്റെ ഹിന്ദി ടീച്ചറായിരുന്നു. ഹിന്ദി സാധാരണ നമ്മൾ സ്കൂളിലൊക്കെ പഴയ കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധ്യാപകർ വളരെ പേടിപ്പെടുത്തുന്ന അധ്യാപകരാണ്. എന്നാൽ വല്ലാതെ തല്ലും, പേടിപ്പെടുത്തും. നമുക്കൊരു തിരിച്ചൊരു ചോദ്യം ചോദിക്കാനുള്ള വകുപ്പുണ്ടാവില്ല. അപ്പോൾ ഈ ഒരു ടീച്ചർ വളരെ വ്യത്യസ്തമായ ഒരു അധ്യാപികയാണ്. ഇവരാണ് എനിക്കെന്തെങ്കിലും പഠിക്കാനുള്ള എന്തെങ്കിലും കഴിവുകളുണ്ടെന്ന് ഒരുപക്ഷെ ആദ്യമായിട്ട് തിരിച്ചറിഞ്ഞ ഒരു അധ്യാപിക. മാത്രമല്ല, ഈ സ്കൂൾ കാലഘട്ടം കഴിഞ്ഞ് ഞാൻ ഹൈസ്കൂളിലേക്ക് പോയി. പിന്നീട് ഞാൻ ഈ അധ്യാപികയെ കണ്ടിട്ടില്ല. അവർ റിട്ടയർ ചെയ്തു. അവർ ഏകദേശം നല്ല പ്രായം ഉണ്ടായിരുന്നു ആ സമയത്ത് തന്നെ. അപ്പോൾ അവർക്ക് എന്നെ വളരെ ഇഷ്ടമായിരുന്നു. അവരുടെ പെരുമാറ്റത്തിലും ഒക്കെ ഒരു മെറ്റേണൽ, ഒരു മെത്തേഡ്ലി ആയിട്ടുള്ളൊരു പെരുമാറ്റമായിരുന്നു. അതിനും ഞാൻ ഹൈസ്കൂളിൽ പോയി, പിന്നീട് കോളേജിലേക്ക് പോയി, പിന്നീട് ഒരുപാട് സ്ഥലങ്ങളിൽ ജോലി ചെയ്തു. ഏകദേശം ഒരു 20-25 വർഷങ്ങൾ കഴിഞ്ഞു പോയി. അപ്പോൾ ഇവരുടെ ഈ ടീച്ചറെ കുറിച്ച് എനിക്ക് ഓർമ്മകളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഞാൻ ഒരിക്കലും ഇവരെ കണ്ടെത്താനുള്ള ഒരു ശ്രമം, അതായത് നമ്മളെപ്പോഴും എന്തിൻ്റെയോ കിട്ടാത്ത എന്തിൻ്റെയോ പിറകിലായിരിക്കും അല്ലേ. നമുക്ക് കോളേജിൽ പഠിക്കുമ്പോൾ നമുക്ക് കോളേജിലെ കാര്യങ്ങളുണ്ടാവും. ജോലിക്ക് വേണ്ടിയിട്ടാണെങ്കിൽ അത് ജോലി ചെയ്യുമ്പോൾ ജോലിയുടെ തിരക്കുകളാണ്. തിരക്കൊഴിയുന്ന അല്ലെങ്കിൽ നമ്മളൊന്ന് സൗകര്യത്തോടുകൂടി നമ്മളിരിക്കുന്ന ഒരു മൊമെൻറ്റ് ഉണ്ടാവില്ല. പിന്നീട് നമ്മൾ കല്യാണം കഴിച്ചിട്ടുണ്ടായിരിക്കും. കല്യാണം കഴിച്ചാൽ കുട്ടി ഉണ്ടാവും, കുട്ടിയുടെ പിന്നാലെ, അങ്ങനെ നമ്മുടെ വർഷങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എത്രയോ വർഷങ്ങൾ, 10-35 വർഷങ്ങൾ, 40 വർഷങ്ങൾ കഴിഞ്ഞു. അപ്പോൾ ഇതിൽ നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനമായ പങ്കുവഹിച്ച, വളരെ ചെറുപ്പത്തിൽ നമ്മളെ വളർത്തി, നമുക്ക് വേണ്ട എന്താ പറയുക, നമ്മളെ കൃത്യമായി മോൾഡ് ചെയ്ത അധ്യാപകർ വളരെ ചെറിയ കാലത്ത്, അത് അങ്ങനെയുള്ള പ്രായത്തിൽ നല്ല അധ്യാപകർ കിട്ടുക എന്ന് പറഞ്ഞൊരു ഭാഗ്യമാണ്. കാരണം അവരാണ് സത്യത്തിൽ നമ്മൾ പിന്നീട് അങ്ങോട്ട് നമ്മൾ പോകുന്നത്. കാരണം ഈ ടീച്ചർ ഞാൻ നല്ല ആളാണ്, നന്നായി പഠിക്കും, നല്ല കഴിവുള്ള കുട്ടിയാണെന്നൊക്കെ പറഞ്ഞതുകൊണ്ടാണ് സത്യത്തിൽ ഞാൻ പഠിക്കുന്നത്. അത് കേൾക്കുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു പിന്നെയും ചെയ്യണമെന്ന് പറയുന്നൊരു മോട്ടിവേഷൻ ഉണ്ടല്ലോ. അപ്പം അതാണ് ആദ്യത്തെ ട്രാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ആ ട്രാക്ക് ഇട്ട് തന്ന ആളെ പോലും നമ്മളെ ലൈഫിൽ നമ്മൾ പിന്നെ കാണാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇന്നലെ ഞാനൊരു വാർത്ത കേട്ടു. ഈ അധ്യാപിക മരണപ്പെട്ടിരിക്കുന്നു. അവർക്ക് 84 വയസ്സും ഒക്കെ ഉണ്ട്. നല്ല പ്രായമുണ്ട്. അപ്പോൾ അവരെത്രയോ കാലം ഇവിടെ ഉണ്ടായിരുന്ന കാലത്തൊന്നും നമ്മളവരെ കാണാൻ പോകുന്നില്ല. പിന്നീട് വന്ന് വിലപിക്കുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല. എങ്കിലും അതിൽ നിന്ന് എനിക്ക് തിരിച്ചറിവുണ്ടായിട്ടുണ്ട്. കാരണം ഇങ്ങനെ നമ്മളെ ജീവിതത്തിൽ പല കാലഘട്ടങ്ങളിലായിട്ട് നമ്മളെ കൈപിടിച്ചു വരുത്തിയ ആളുകളെ, എൻ്റെ ലൈഫിൽ ഞാൻ ഇന്നലെ എഴുതി നോക്കി, ഒരു 30 പേരെങ്കിലും ഉണ്ട് പല കാലഘട്ടങ്ങളിലും നമ്മളെ കൈപിടിച്ചു വരുത്തിയ ആളുകൾ. അവരെ നമ്മൾ ഇടയ്ക്കെങ്കിലും കാരണം നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ച ശേഷവും നമുക്ക് അവരെ പോയി കാണാൻ പറ്റിയെന്നോ ഒന്നും പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ആളുകളെ ഞാൻ എൻ്റെ തിരക്കുള്ള സമയങ്ങളാണെങ്കിലും അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു സമയം, കാരണം ഇവർ പലരും ഈ ടീച്ചർ ഇവിടുന്ന് മാറിയിട്ട് വേറെ സ്ഥലത്തേക്കും പോയി. അതുകൊണ്ട് എനിക്കറിയില്ല ഇവരെങ്ങോട്ടാണ് പോയതെന്നൊന്നും അറിയില്ല. എന്നാൽ പോലും എൻ്റെ ഭാഗത്തുനിന്ന് സത്യസന്ധമായിട്ടുള്ളൊരു എഫേർട്ട് ഉണ്ടായിട്ടില്ല. ഇവരെ കണ്ടെത്താനോ ഇവരോട് സംസാരിക്കാനോ ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഇനി ബാക്കിയുള്ള ആളുകളോടെങ്കിലും നമ്മൾ കൃത്യമായിട്ട് ഒരിക്കലെങ്കിലും
നമ്മൾ സംസാരിക്കേണ്ടതുണ്ട്, അവരെ പോയി കാണേണ്ടതുണ്ട്, അവരോട് നമ്മുടെ നന്ദി പറയേണ്ടതുണ്ട്. ഇത് എൻ്റെ മാത്രം അനുഭവമായിരിക്കില്ല, ഈ ഒരു പ്രായത്തിലൂടെ ജീവിച്ചു പോകുന്ന ഒരുപാട് ആളുകളുടെ അനുഭവമായിരിക്കും. അങ്ങനെയുള്ള ആളുകളോടൊക്കെ എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ എത്ര വലിയ തിരക്കിനിടയിലും നിങ്ങൾ ലീവ് എടുക്കണം. നമ്മുടെ ലൈഫിൽ നമുക്ക് ഓർത്ത് വെക്കാം, നമ്മുടെ ജോലിയിലൊക്കെ നമ്മൾ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊന്നും ആരും, അങ്ങനെയുള്ള കാര്യങ്ങളെക്കാളും മൂല്യമുള്ള കാര്യങ്ങൾ ജീവിതത്തിലുണ്ട്. അതിനേക്കാൾ മൂല്യമുള്ള നിമിഷങ്ങൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കേണ്ടതുണ്ട്. സോ ഇതാണ് എനിക്കിപ്പോൾ ഈ ഗുരുപൂർണിമ ദിനത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. താങ്ക് യു.